അടിപൊളിയായിട്ടില്ലേ? ഇവിടേക്ക് നമുക്ക് തിരിച്ചു വരാട്ടാ. ആദ്യം നമ്മൾ ഇന്നലെ താമസിച്ച ക്യാബിൻ കണ്ടിട്ട് വരാം. ഇതാണ് ഇന്നലെ നമ്മൾ വന്ന് താമസിച്ച ക്യാബിൻ. അകത്തൊരു വലിയ ലിവിങ് സ്പേസ് ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. എല്ലാം കൊണ്ടും സൂപ്പറാണ്. ബാത്റൂമിന് മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. അകത്തിരുന്നാൽ ഒന്നില്ലെങ്കിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം, കൊളുത്തില്ല. പുറത്തൊരു ഫുൾ ലെങ്ത് ബാൽക്കണി ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ കുറേ മലനിരകൾ, മറ്റേ സൈഡിൽ വെള്ളച്ചാട്ടം. അങ്ങനെ സൂപ്പർ വ്യൂ ആണ്. പക്ഷെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലാണ്ട് പോയി. ഇതാണ് ലിക് ഹോലെ ഫോസൻ. നമ്മൾ താമസിച്ച ക്യാബിൽ നിന്ന് ഒരു വാട്ടർഫോൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതാണിത്. പക്ഷെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. നടന്നുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ഇതിൻ്റെ അടുത്ത് കൂടെ ഫോസസ്റ്റിയൻ എന്ന് പറഞ്ഞൊരു ട്രെയിൽ പോകുന്നുണ്ട്. 21 കിലോമീറ്ററാണ് ആ ട്രെയിൽ. ആ ട്രെയിൽ നടക്കുമ്പോൾ നമുക്ക് 14 വെള്ളച്ചാട്ടം കാണാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ ആ ട്രെയിലിൽ കൂടെ നടന്നു നോക്കി. അല്ലെങ്കിലും ഫുള്ളൊന്നും നടക്കാൻ പറ്റില്ല, 21 കിലോമീറ്റർ ടൂമിച്ചാണ്. ഇന്നലെ ചെറുപ്പാഞ്ഞ് വരുമ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ ഇന്നലെ രാത്രി ഓടിച്ചു വന്ന വഴി തന്നെയാണിത്. നമ്മളെ ഇന്നലെ കാണാത്ത ചില സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഇന്നലെ ഫെറി ഇറങ്ങിയിട്ട് നമ്മുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ആ റൂട്ട് ആക്ച്വലി ഒരു സീനിക് റൂട്ടാണ്. ഗോളാർ ഫ്യുലെറ്റ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയാവുന്നത്. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ റൂട്ടിൽ 1-2 സീനിക് സ്പോട്ടുകളുണ്ട്. അതൊക്കെ കണ്ടിട്ട് വരണം എന്നാണ് നമ്മൾ ഒറിജിനലി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഫെറി കിട്ടിയപ്പോൾ 10:50 11 മണിയായി ഫെറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ എവിടെ നിർത്താണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം പുറകോട്ട് പോയിട്ട് 1-2 സീനിക് സ്പോട്ടുകൾ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ജേർണി ഈ റൂട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഈ സീനിക് റൂട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സീനിക് റൂട്ടും കൂടെ നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്ന രണ്ടാമത്തെ സ്പോട്ട്. തിരക്ക് കുറവാണ് തൽക്കാലം. ഉത്സിക്ടൻ എന്നുള്ള വ്യൂ പോയിൻ്റാണിത്. നമ്മുടെ കാർ ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വഴിക്കാണ് നമ്മൾ ഇന്നലെ കയറി വന്നത്. ആക്ച്വലി ഈ 2 പിരമിഡ് പോലെയുള്ള സ്ട്രക്ചറിൻ്റെ മുകളിൽ കയറി എന്നുണ്ടെങ്കിൽ വ്യൂ അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ അതിൻ്റെ മുകളിൽ കയറി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ പിരമിഡ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാം. അതിൻ്റെ ഉള്ളിലാണ് ഇവിടെ ടോയ്ലറ്റൊക്കെ ഉള്ളത്. ഇവിടെ ഏറ്റവും നല്ല വ്യൂ കിട്ടണമെങ്കിൽ ഇതാ അറ്റത്തുള്ള പോയിന്റിൽ പോയി നിൽക്കണം. ഇതാണ് എയർപിൻ ബെൻസ്. നമ്മളതിന് വിച്ചസ് ക്ലോ എന്നാണ് പേരിട്ടത്. മാപ്പിൽ അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു അതെ, പഴയ കാർട്ടൂണിലൊക്കെ വിച്ചിൻ്റെ ക്ലോ ഇങ്ങനെ നീണ്ട വിരലുകൾ പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് നമുക്കത് കണ്ടിട്ട് തോന്നിയത്. വെറുതെ നടു റോഡിൽ സൗന്ദര്യം കണ്ടിട്ട് നിർത്തിയതാ. കാറൊന്നും ഇറങ്ങിയില്ല, വെറുതെ വീഡിയോ എടുക്കുന്നു. ഫിൻലൻഡിൽ റെയിൻഡിയറിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യ, ഇവിടെ ചെമ്മരിയാടിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. ചെമ്മരിയാടല്ല, ഇത് വേറെ ആടാട്ടാ. രാത്രി കണ്ടത് മുഴുവൻ ഷീപ്പായിരുന്നു. ഇത് വേറെ സാധനമാണ്. കണ്ടോ? അതോ ഇനിയിപ്പോൾ അതിൻ്റെ ഊള് കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ? അല്ലല്ല, ഇത് വേറെ എന്തോ ആടാ. ഇന്നലെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും രാത്രി നല്ല മഴ. ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ. അതെ, ഇതേപോലെ ആ നേരത്തെ ഒരു വണ്ടി കണ്ടത്, ആകെ കണ്ടൊരു വണ്ടി കുറേ ലോങ് സമയത്തിന് ശേഷം അല്ലേ? ഒരേ ഒരു വണ്ടിയെ നമ്മൾ ഈ റൂട്ടിൽ ഓപ്പോസിറ്റ് കണ്ടുള്ളൂ. ഒരു വണ്ടി നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു, ഒരു ട്രക്ക്. കുറേ നേരം കഴിഞ്ഞപ്പോൾ പുള്ളിയെ കാണാണ്ടായി. പിന്നെ ആ ഫെറി ഇറങ്ങിയ ശേഷം ഒരു കാറ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പുള്ളി കത്തിച്ച് വിട്ട് എവിടെയോ പോയി, നമ്മൾ കണ്ടതേ ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ മാത്രമേ കുറേ ദൂരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാട്ടുപാത.
എന്ന് അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇപ്പം നമ്മൾ കണ്ട ഉത്സിക്തൻ എന്നുള്ള പോയിന്റ് കഴിഞ്ഞ് ആ ഹെയർ പിൻ ബെൻഡൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ക്യാമ്പർ വാൻസിൽ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ വണ്ടികൾ കണ്ടു. അതല്ലാതെ വണ്ടികളൊന്നും കണ്ടതേ ഇല്ല. പക്ഷെ ഏതായാലും നമ്മൾ ഇന്നലെ പോയിന്റിൽ നിർത്താതിരുന്നത് നന്നായി. കാരണം നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ ഏകദേശം അവിടെ ഉള്ളപ്പോൾ തന്നെ കിട്ടിയേനെ മഴ. ഇന്ന് കിട്ടിയ വ്യൂ കിട്ടൂലായിരുന്നു. അതില്ല, പിന്നെ മഴ അവിടെ വെച്ചേ കിട്ടിയേനെ. ഇതാണ് നമ്മൾ താമസിച്ച ഹോം. വെറുതെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ദൂരെ നല്ല ഭംഗിയുള്ള റോഡായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക്, റിഫ്ലക്ഷൻ അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ മോസ്കോഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എന്താ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി പറയൂ? ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന സീനിക് റൂട്ടിൻ്റെ ഒരു എൻഡാണ് ഈ മോസ്കോഗ്. ഈ സീനിക് റൂട്ട് ഒരു വൈ ഷേപ്പിലാണ്. അപ്പോൾ അതിൽ വൈയുടെ ഒരാമിൻ്റെ എൻഡ് ആണ് മോസ്കോഗ്. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റേ പാത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മൾ ഫോർത്ത് എന്ന സ്ഥലത്തൊരു മോളിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചാർജിങ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ചാർജർ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഈ മോൾ പാർക്കിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഈ ചാർജർ ഉള്ളത്. നമ്മുടെ ഫോക്സ് വാഗൻ്റെ ആപ്പ് നമ്മൾ ചാർജറിലേക്ക് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് വന്നത് ഈ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ടാണ്. യുവർ ചാർജർ ഈസ് ഓൺ ദ റൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. പിന്നെ AVRP ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് എത്തിയത്. ഈ ട്രിപ്പിൽ ഫിൻലൻഡ് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് അതിനായിട്ട് അല്ലാത്തൊരു ചാർജറിൽ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫൈനലി വേറെ ആപ്പ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫോക്സ് വാഗൻ ആപ്പ് കറക്റ്റായി വർക്ക് ചെയ്ത് ഒരു പ്രശ്നമില്ലാണ്ട് ചാർജിങ് തുടങ്ങാൻ പറ്റി. ഒരേ പ്രശ്നം ഉണ്ടായത് നമ്മൾ വന്ന സമയത്ത് 6 ചാർജർ ഓക്യുപ്പൈഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണം ഫ്രീ ആയി. ഇനി നമ്മൾ സാൻഡേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സീനിക് റൂട്ടിൻ്റെ മറ്റേ ആം ആണ് അത്. അപ്പോൾ ഇത് ഇപ്പോൾ പോകുന്ന വഴി സീനിക് റൂട്ടൊന്നുമല്ല, പക്ഷേ നോർവേ ആയതുകൊണ്ട് സീനറി ഉണ്ടാവും, ഭംഗി ഉണ്ടാവും, ഉറപ്പാണ്. ഇങ്ങോട്ട് നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ. തിരിച്ച് എതിർ ദിശയിൽ ഒരു ലോഡ് വണ്ടി ഉണ്ടല്ലോ. ഇത് എങ്ങടത്? എന്തത്? നമ്മൾ നേരെ തലയിരിഞ്ഞാണല്ലോ എല്ലാത്തിലും പോണേ. ഗൗളാർ ഫെല്ലിയർ സീനിക് റൂട്ടിന്റെ മറ്റേ അറ്റം. നമ്മൾ ഈ ട്രിപ്പിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വാട്ടർഫോൾ ഇത് തന്നെയാണ്. ഇങ്ങോട്ട് വരാനുള്ള വഴി കുറച്ചൊരു ദുർഘടം പിടിച്ച വഴിയാണ്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ നനയുന്നുണ്ട്. ഈ റൂട്ടിൻ്റെ 2ാമത്തെ സ്റ്റോപ്പാണിത്. ഹെസ്റ്റാഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ട്. പിന്നെ ആളുകൾക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പോട്ടും ലഞ്ചും പിക്നിക് സ്പോട്ട് ഉണ്ട് ആക്ച്വലി. പിന്നെ അപ്പുറത്ത് ബീച്ചാണുള്ളത്. ഇവിടെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ട്. നല്ല ടോയ്ലറ്റാണ്. വീണ്ടും ചെറിയ റോഡ് വന്നു. വീണ്ടും വണ്ടി ഓടിച്ചു. കുറച്ച് ദൂരം വണ്ടി നിർത്തി. ഇത് സീനിക് സ്പോട്ടായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. പക്ഷെ ഇതിനിപ്പോൾ എന്തൊരു കുഴപ്പം? പെടല്ലേ?
അങ്ങനെ നമ്മൾ ഈ സീനിക് റൂട്ട് ഫുള്ള് ഓടിച്ചു കഴിഞ്ഞു. ഇതാണ് വഴി പോലെയാണെന്ന് പറഞ്ഞത്. റൂട്ട് അവിടുന്ന് വരും, പിന്നെ ഒരെണ്ണം ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് പോവും, പിന്നെ നമ്മൾ വന്നത് ഒരു റൂട്ട്. ഇപ്പോൾ നമ്മൾ ഗോളാർഫിലെ റൂട്ട് ഡ്രൈവ് ചെയ്ത് അവസാനിപ്പിച്ചത് വിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആ വൈ പോലുള്ള ജംഗ്ഷൻ. അവിടെ നിന്ന് നമുക്കിനി പോകേണ്ടത് ഗോപ്ന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് സീനിക് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ബേസിക്കലി 2 റൂട്ടുണ്ട്. ആദ്യത്തേത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മുടെ ആക്ച്വലി ഗോളാർഫിലെ റൂട്ട് തന്നെയാണത്. അതിൽ നമ്മൾ ഇന്നലെ വന്ന ഭാഗത്തുകൂടി പോയിട്ട് പിന്നെ ഇന്നലെ നമുക്ക് മിസ്സായ ഫെറി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുക, പിന്നെ സോങ്ദാൽ പോയിട്ട് പിന്നെയാണ് ഗോപ്നെ പോകുന്നത്. രണ്ടാമത്തെ റൂട്ട് ആക്ച്വലി ഇന്ന് രാവിലെ നമ്മൾ പോയ മോസ്കോ വരെ പോയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയി പിന്നെ അത് തിരിച്ച് സോങ്ദാൽ തന്നെ വന്നിട്ട് അവിടെ നിന്നാണ് ഗോപ്ന പോകുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ റൂട്ട് ആക്ച്വലി ഒരു 30 കിലോമീറ്റർ എക്സ്ട്രാ ആണ്. പക്ഷെ എന്നാലും നമ്മൾ സെക്കൻഡ് റൂട്ടാണ് പോകാൻ തീരുമാനിച്ചത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂട്ട് ആക്ച്വലി ദൂരം കുറവാണെങ്കിലും സമയം കൂടുതലെടുക്കും. കാരണം ഗോളാർഫിലെ ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട്, പിന്നെ വീതി കുറഞ്ഞ റൂട്ടാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഡിലേസൊക്കെ ഉണ്ടാവും, വണ്ടികൾക്ക് നമ്മൾക്ക് നിർത്തി കൊടുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫെറി ഉണ്ട്, അപ്പോൾ ഫെറിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഫെറി കുറച്ച് സ്ലോ ആണ്, അപ്പോൾ അങ്ങനെയും കുറച്ച് സമയം പോകും. അപ്പോൾ അത് സമയം കൂടുതലെടുക്കുന്ന റൂട്ടാണ് ദൂരം കുറവാണെങ്കിലും. പിന്നെ ഈ സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത് കുറേ ദൂരം പുതിയ സ്ഥലങ്ങളാണ്. അപ്പോൾ പുതിയ സ്ഥലങ്ങൾ കാണാം എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഗൗപ്പനെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത സീനിക് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോനിയഫെലെ. ഇത് നമ്മുടെ സീനിക് റൂട്ടിലുള്ള ഒരു സ്റ്റോപ്പാണ്, സ്ക്യോൾഡൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഫ്യോർഡിൻ്റെ പേര് സോങ്ങിയ ഫ്യോർഡ് എന്നാണ്. ഇതാണ് നോർവേയിലുള്ള ലോങ്ഗസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഫ്യോർഡ് എന്നാണ് പറയുന്നത്. എന്താ കളർ വെള്ളം, അടിപൊളി. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാ. ഈ കയ്യും ദൂരെയുള്ള വാട്ടർഫോളും കണ്ടിട്ടാണ് ഇവിടെ നിർത്തിയത്. നിർത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്നുള്ളത്. ഓസ്ട്രിയൻ സ്കോളറായ വിറ്റ്ഗൻസ്റ്റൈൻ്റെ പഴയൊരു ഹട്ട് ഇവിടെയുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളുമുണ്ട്. അകത്തേക്കൊന്നും കയറുന്നില്ല, ഇത് നമ്മുടെ പ്ലാനിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഇനിയും പലതും കാണാനുണ്ട്. അതുകൊണ്ട് യാത്ര തുടരുകയാണ്. ഇത് ഈ റൂട്ടിൽ ഒരു സീനിക് സ്പോട്ടാണ്. ഇതിൻ്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എഴുതി കാണിക്കാൻ സ്ക്രീനിൽ. എൻ്റെ പുറകിൽ ഒരുപാട് മൗണ്ടൻ പീക്സ് കാണാം. ഇവിടെ ഒരു ഗ്ലാസ് ടെലസ്കോപ്പ് ഉണ്ട്, അതിൽ കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് പീക്ക് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്, അതിൻ്റെ ഹൈറ്റും ഉണ്ട്. ഈ ആരോയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് പീക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മൾ മാർക്ക് ചെയ്യാത്ത പല സ്പോട്ടിലും ഭംഗി കണ്ടിട്ട് നിർത്തിയിട്ടുണ്ട്.
എന്നിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള പല സ്പോട്ടും മിസ്സാക്കിയിട്ടുമുണ്ട്. ചില സ്ഥലത്ത് ഇൻ്റർനെറ്റ് കിട്ടില്ല, അപ്പോൾ നമ്മൾ ആ പേജ് സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് ലോഡ് ചെയ്ത് വരില്ല. അങ്ങനെ പല സ്പോട്ടും ഈ റൂട്ടിൽ മിസ്സായിട്ടുണ്ട് നമുക്ക്. മതി മതി ഇങ്ങോട്ട് വാ, എറിയല്ലേ. ഇത് മേഫിലറ്റ് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ഫാനറോക്ക് എന്ന് പറഞ്ഞ ഗ്ലേഷ്യറാണ് ചുറ്റും കാണുന്നത്. ഈ സ്റ്റോപ്പിൻ്റെ അട്രാക്ഷൻ ഈ സ്ക്വയർ സ്കൾപ്ചറാണ്. ഇത് നുട്ട് വോൾഡ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നോർത്തേൺ യൂറോപ്പിലെ ഹയസ്റ്റ് മൗണ്ടൻ പാസ്സാണ് എന്നാണ് വായിച്ചത്. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ രാത്രി 9:30 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണോന്ന് അറിയില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ സോനിയഫെൽസ് ഹിത്ത എന്ന് പറയുന്നത് ഈ റൂട്ടിലുള്ള ഒരു ലോഡ്ജാണ്. ഹയസ്റ്റ് പോയിന്റിലുള്ള ഒരു ലോഡ്ജാണ് എന്നാണ് പറയുന്നത്. വുഡൻ ക്യാബിൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പറയേണ്ട ആവശ്യമില്ല, ഇതും നല്ല സൂപ്പർ സീനിക് സ്പോട്ട് തന്നെയാണ്. ഒരു ഇളകണ ബ്രിഡ്ജൊക്കെ കാണാനുണ്ട്. വൾണറബിൾ നേച്ചറാണ്, പാത്ത് ഫോളോ ചെയ്യണം. ഞാനില്ല കേട്ടോ, എനിക്ക് ധൈര്യമില്ല ഇമ്മ നടക്കാൻ. ധൈര്യമുള്ളവർ പോയിട്ട് വരിക. ഇളക്കൊന്നുമില്ല കേട്ടോ, നടക്കാവുന്നതേ ഉള്ളൂ. പോരണ്ട? ഇല്ല. ഈശ്വര, ധൈര്യം എന്ന് പറയണതില്ല. മനോ അളകണ്ട് ഞാനില്ല. അത്ര മതി. അതിൻ്റെ മുകളിലൊരാൾ നിൽക്കണ കണ്ടോ? വ്യൂയിങ് പോയിൻ്റാണ്. അവിടെ ഒരു മാർക്കറൊക്കെ കാണാം. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനുള്ളത് നേരമില്ല. ഈ പാലം കിടക്കാനുള്ള ധൈര്യം എനിക്കില്ലേനും. വുഡ് ആൻഡ് ഗ്ലാസ് ക്യാബിൻസാണ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തേക്കണേ. ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യോത്തുൻ ഹെയ്മൻ നാഷണൽ പാർക്കിലേക്കുള്ള ട്രെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് നേരമായിട്ട് ഈ റോഡ് ഫുള്ള് വെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പുറത്തൊരു പുഴ ഒഴുകുന്നുണ്ട്, നല്ല ഫോഴ്സിലാണ് ഒഴുകുന്നത്. അവിടുന്ന് കാറ്റടിച്ച് വെള്ളം ഈ റോഡിലേക്ക് വന്നിട്ടാണെന്ന് തോന്നുന്നു. നിറച്ച് വെറ്റായി കിടക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സീനിക് റൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താറായി. പിന്നെ പോരാത്തന്നെ ഇട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനും ഇല്ല. ബാക്കി നാളെ കാണാം. ഗുഡ് നൈറ്റ്.